അപ്പോഴേ കുറേ നാളത്തെ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പറയും ഒരു ആരംഭശൂര്യത്വം മാത്രമേ എനിക്കുള്ളൂ എന്ന്. സത്യം അതാണെങ്കിലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. മടി മാറ്റി വെച്ചിട്ട് ഞാൻ എന്തായാലും നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് അത് സേവ് ചെയ്തിടാനും അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെട്ടല്ലോ എൻ്റെ വീഡിയോ കൊണ്ട് അതും കൂടി ഞാൻ കണക്കിലെടുത്തിട്ടാണ് വീഡിയോസ് ഒന്നും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നിരുന്നാലും ഞാനിങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ആദ്യം പോയത് സിം എടുക്കാനായിരുന്നു. സിം എടുക്കാൻ ഒരു $20 ഞങ്ങൾക്ക് ചിലവായിട്ടുള്ളത്. 1 വീക്ക് അൺലിമിറ്റഡ് ഡാറ്റ പാക്കേജാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കാറ് ഞങ്ങൾ റെൻറ്റിന് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹേർട്സിൻ്റെ ഒരു സർവീസാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ സ്റ്റേഷൻ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു കൗണ്ടറിൽ പോയി ചോദിച്ച് അവിടെ നിന്ന് ഡീറ്റെയിൽസ് എടുത്ത് അങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ ചെറുതായിട്ടൊന്ന് വഴിതെറ്റിക്കാൻ നോക്കിയെങ്കിലും എൻ്റെ ഹസ്ബൻഡ് അത് വിദഗ്ധമായിട്ട് അത് മാനേജ് ചെയ്ത് പോയി. അങ്ങനെ ഇതാ നമ്മൾ മുന്നേ പോകുമ്പോൾ നമ്മുടെ മുന്നിൽ ഇതാ ഒരു ഗിറ്റാറൊക്കെ പിടിച്ചൊരു ചുള്ള നിൽക്കണം. അപ്പോൾ ചുള്ളനെ കണ്ടപ്പോൾ നമുക്കൊന്നൊരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് എടുത്ത് വെച്ചതാണ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ കൗണ്ടറിൽ എത്തിയിട്ടാണ്. ഞങ്ങളുടെ അമിതാഭ് ബച്ചൻ ഉയരം കൂടിയതുകൊണ്ട് ഏതൊക്കെയോ കമ്പീര മുകളിലൊക്കെ കയറി നിന്നിട്ടാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. എന്നിരുന്നാലും ഒരുപാട് നേരം ഞങ്ങൾക്ക് അവിടെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന് ഞങ്ങളുടെ വണ്ടി, ഞങ്ങൾ ബുക്ക് ചെയ്ത വണ്ടിയല്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ചേഞ്ച് ചെയ്യണത് കൊണ്ടാണോ എന്തോ എന്നുള്ളത് അറിയില്ല. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കിടന്ന് എല്ലാം സമയം കളഞ്ഞു. വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകളുണ്ടായിരിക്കാം. തെറ്റുകളുള്ളതൊക്കെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അതിനുവേണ്ടി കമൻറ്റ് ബോക്സ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ.